ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഗും ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 52. വത്സാപഹരണവും ബ്രഹ്മഗർവ ശമനവും. അന്യാവതാരനികരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ്യ തദാഗമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനസ പരോക്ഷഭാവം നിന്നേതവത്സഗണാൻ പ്രവിതത്യമായ. അഥ സഹ ബ്രഹ്മ, പിന്നീട് ആ ബ്രഹ്മാവ്, തഥാ അഘമോക്ഷേ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, അഘമോക്ഷേ എന്ന് പറഞ്ഞാല് അഘാസുരന്റെ മോക്ഷം, അഘാസുരന് മോക്ഷം നൽകി കഴിഞ്ഞപ്പോൾ, അന്യാവതാര നികരേഷു അനിരീക്ഷിതം തേ ഭൂമാതിരേകം. ഭൂമാതിരേകം എന്ന് പറഞ്ഞാൽ ഐശ്വര്യ, വർദ്ധിച്ച ഐശ്വര്യം. അഭിവീക്ഷ്യ കണ്ടിട്ട്, അന്യാവതാരം എന്ന് പറഞ്ഞാൽ മറ്റ് അവതാരങ്ങൾ, കൃഷ്ണാവതാരം കൂടാതെ മറ്റ് അനവധി അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പ്രധാന അവതാരങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്ന മത്സ്യാവതാരം, കൂർമാവതാരം, അതുപോലെ ശ്രീരാമാവതാരം, പരശുരാമാവതാരം തുടങ്ങിയ അന്യ അവതാരങ്ങൾ, മറ്റ് അവതാരങ്ങൾ. അനിരീക്ഷിതം തേ, അനിരീക്ഷിതം, അനിരീക്ഷിതം എന്ന് പറഞ്ഞാല് കാണാത്തത്, മറ്റവതാരങ്ങളിൽ ഒന്നും കാണാത്തതിനേക്കാൾ കൂടുതൽ എന്താണ് കണ്ടിട്ടുള്ളത്? ഐശ്വര്യം ഇവിടെ വർദ്ധിച്ചു വരുന്നു. അഭിവീക്ഷ്യ, അത് കണ്ടിട്ട് ബ്രഹ്മാവിന് എന്ത് തോന്നി? പരീക്ഷിതുമന, പരീക്ഷിച്ചാലോ. എന്താണ് പരീക്ഷിക്കാൻ തോന്നിയതിന്റെ കാരണം? ഇതല്ല, പരീക്ഷിക്കാൻ തോന്നിയത് ഭഗവാന്റെ വനഭോജനം കണ്ടിട്ടാണ്. വനഭോജനത്തിൽ എന്താണ്? യാതൊരു ശുദ്ധവും ഇല്ലാതെ, ആ ഇടയ കുട്ടികളുടെ കൂടെ എച്ചിലും മറ്റും പോലും ഇല്ലാതെ അവരുടെ വായിൽ നിന്ന് എടുത്ത് ഭഗവാൻ കഴിക്കണു, ഭഗവാന്റെ ബാക്കി അവർക്ക് കൊടുക്കണു. അങ്ങനെ അങ്ങനെ കുട്ടിത്തം ഉള്ള ഒരു ലീല. കുട്ടികൾ എങ്ങനെയായിരിക്കും പെരുമാറുക? അവര് ശുദ്ധവും എച്ചിലും മറ്റും അങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. അതേപോലെ ഭഗവാൻ പെരുമാറി. അവരുടെ കഴിച്ചതിന്റെ ബാക്കി ഭഗവാൻ കഴിക്കുന്നു, ഭഗവാന്റെ ബാക്കി അവർക്ക് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് തോന്നി, ഇത് ശരിക്കും ഇവിടുന്ന് പോയ ആ പരബ്രഹ്മം തന്നെയല്ലേ, നോക്കിക്കളയാം. പക്ഷെ എന്നാലും അമ്പാടിയിൽ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഐശ്വര്യം അത് കാണുന്നുണ്ട് താനും. അപ്പൊ എന്നാൽ ഒന്ന് അറിയാം, തന്നെയല്ല ഭഗവാന്റെ ആ ലീലയൊന്ന് കാണുകയും ചെയ്യാമല്ലോ എന്നുള്ള തോന്നലില് പരീക്ഷിതുമന, ഇത് ഭഗവാൻ തന്നെയാണോ എന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് ബ്രഹ്മദേവന്റെ മനസ്സിലൊരു തോന്നലുണ്ടായി. മായാം പ്രവിതത്യ, അങ്ങനെ മായയെ അവലംബിച്ചുകൊണ്ട്, മായാപ്രയോഗങ്ങളിലൂടെ വത്സഗണാൻ പരോക്ഷഭാവം നിന്നേ. വത്സഗണാൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളെ മറച്ചു കളഞ്ഞു. പശുക്കുട്ടികളെ അങ്ങ് മറയ്ക്കാം എന്ന് ബ്രഹ്മാവ് നിശ്ചയിച്ച് അവയെ മറച്ചു കളഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. വത്സാനവീക്ഷ്യ വിവശേ പശുപോത്കരേ താൻ ആനേതു കാമയിവ ധാതുമതാനുവർത്തി ത്വം സാമി ഭുക്ത കബളോ ഗതവാംസ്തദാനി ഭുക്താൻ സ്ഥിരോധിത സരോജ ഭവൽ കുമാരാൻ. വത്സാൻ അവീക്ഷ്യ പശുപോത്കരേ, വത്സാൻ അവീക്ഷ്യ വിവശേ. പശുപോത്കരേ, വത്സാൻ, വത്സാൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളെ അവീക്ഷ്യ കാണാതായിട്ട്, വിവശേ ഗോപന്മാര്, പശുപോത്കരേ വിവശേ, അതായത് ഗോപക്കുട്ടികൾ വിവശരായപ്പോൾ, ത്വം ധാതൃമതാനുവർത്തി, അങ്ങ് ധാതാവെന്ന് പറഞ്ഞ ബ്രഹ്മാവിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചാൽ,
ഭഗവാൻ ഇവിടുന്ന് ഈ ഗോപക്കുട്ടികളുടെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഗോപക്കുട്ടികളെ മറയ്ക്കാം എന്നാണ് ബ്രഹ്മാവിന്റെ മനസ്സിലിരിപ്പ്. എന്നാ അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് മാറി. ഭാതൃമതാനുവർത്തി താനാനേതുകാമ ഇവ, അതായത് താൻ ആ പശുക്കുട്ടികളെ അന്വേഷിക്കാൻ എന്ന ഭാവത്തിൽ ഗോപക്കുട്ടികളോട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരുന്നു ഭഗവാൻ. ഭക്ഷണം കൂട്ടുകാരുടെ കൂടെ കഴിച്ചു കൊണ്ടിരിക്കവെയാണ് ഈ സംഭവം. അപ്പോ പെട്ടെന്ന് ഗോപക്കുട്ടികൾ പറഞ്ഞു, പശുക്കുട്ടികളുടെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ കണ്ണാ, പശുക്കുട്ടികളൊന്നും അവിടെ ഇല്ലേ എന്നവര് സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആനേതുകാമ ഇവ. ആനേതുകാമ എന്ന് പറഞ്ഞാല് കാമം, ആഗ്രഹം. എന്തിനാണ് ആഗ്രഹം? ആ പശുക്കുട്ടികളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എന്ന വ്യാജേന, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ എന്ന പോലെ. ഇവ എന്ന് പറഞ്ഞാല് പോലെ എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ ബ്രഹ്മാവിന്റെ ആഗ്രഹം നടക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ബ്രഹ്മാവ് ഒരു മായ കാണിക്കാനായിട്ട് വന്നിരിക്കുകയാണല്ലോ. അപ്പോ മായയുടെ അധിപനായിട്ടുള്ള ഭഗവാനിൽ നിന്നാണ് മായയൊക്കെ ഉണ്ട്. ബ്രഹ്മാവും അതെ മായ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ആ ചെപ്പടി വിദ്യ ഒന്ന് കാണാം, ബ്രഹ്മാവിന്റെ കയ്യിലുള്ളതൊന്ന് കാണാം. അധ്യാപകര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് അധ്യാപകര് തന്നെ. പക്ഷെ അവരുടെ കഴിവ് കാണുമ്പോൾ ഒരു രസം, അവര് തങ്ങളിൽ നിന്ന് ആർജിച്ച വിദ്യ അവര് പ്രകടമാക്കുമ്പോൾ അത് കാണാൻ ഒരു രസമുണ്ടല്ലോ. അതുപോലെ ഭഗവാൻ തൻ്റെ കയ്യിൽ നിന്ന് നേടിയ ആ മായ ബ്രഹ്മാവ് കാണിക്കുമ്പോൾ അതൊന്ന് കാണാൻ രസം എന്ന് വിചാരിച്ച് ബ്രഹ്മാവിന്റെ മനസ്സറിഞ്ഞിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. എന്ത് അപ്രത്യക്ഷനാവുകയല്ല, ഈ പശുക്കുട്ടികളെ അന്വേഷിച്ചു പോകുന്നു എന്ന രീതിയിൽ ഭഗവാൻ അവിടെ നിന്ന് പോയി. സാമിഭുക്ത കബളഹ ഗതവാൻ. ഭഗവാൻ പോയത് എങ്ങനെയാണ്? പാതി കഴിച്ച ചോറുരുളയും കൈ പിടിച്ചുകൊണ്ടാണ്. ഭുക്ത കബള എന്ന് പറഞ്ഞാൽ ചോറുരുള കയ്യിൽ പിടിച്ചുകൊണ്ട്. പകുതി കഴിച്ചത്. ഭുക്തം എന്ന് പറഞ്ഞാൽ കഴിച്ചത്. മുഴുവൻ കഴിച്ചോ? ഇല്ല, കുറച്ച് കയ്യിലുണ്ട്. അങ്ങനെ ഗതവാൻ പോയവനായി. തദാനീം സരോജഭവ ഭുക്താൻ കുമാരാൻ തിരോധിത. ഭഗവാൻ അങ്ങ് മാറാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ബ്രഹ്മാവ്. ഈ ഗോപക്കുട്ടികളെയും അവിടെ നിന്ന് തദാനീം അപ്പോൾ സരോജഭവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഭുക്താൻ കുമാരാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ ഗോപകുമാരന്മാരെ തിരോധിത എന്ന് പറഞ്ഞാൽ അവരെയും അപ്രത്യക്ഷരാക്കി. അപ്പൊ ഫലത്തില് പശുക്കുട്ടികളെ മറച്ചു. അവരെ അന്വേഷിച്ച് ഭഗവാൻ പോയപ്പോൾ ഊണ് കഴിച്ചുകൊണ്ടിരുന്ന ഗോപക്കുട്ടികളെയും ഭഗവാൻ മറച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. വത്സായിതസ്തദനു ഗോപഗണായിതസ്ത്വം ശിഖ്യാദിഭാണ്ഡമുരളീ ഗവലാതിരൂപ പ്രാഗ്വദ്വിഹൃത്യ വിപിനേഷു ചിരായ സായം ത്വം മായയാഥ ബഹുധാ വ്രജമായയാഥ. തദനു എന്ന് പറഞ്ഞാൽ അതിനുശേഷം, ത്വം അങ്ങ് കണ്ണൻ ഭഗവാൻ, വത്സായിത പശുക്കുട്ടികളായും, ഗോപഗണായിത ഗോപന്മാരുമായി രൂപപ്പെട്ടു. ശിഖ്യാദി ഭാണ്ഡമുരളി ഗവലാതിരൂപ. ഇത് മാത്രാണോ? അല്ല, ആ പശുക്കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന ഉറി, പാത്രം, അവര് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന പാത്രം, ഓടക്കുഴല്, കൊമ്പ്, വടി, അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ, കയറ്, ശിഖ്യാദി ഭാണ്ഡമുരളി ഗവലാതിരൂപ, അങ്ങനെ നിർജീവമായ ആ വസ്തുക്കളുമായി തീർന്നു. എന്നിവയെല്ലാമായി രൂപമെടുത്ത് വിപിനേഷു പ്രാഗ്വത് ചിരായ വിഹൃത്യ. വിപിനേഷു എന്ന് പറഞ്ഞാൽ വനത്തിൽ. വളരെ നേരം കളികളിലെല്ലാം ഏർപ്പെട്ട ശേഷം. ആരാണ് കളികളിൽ ഏർപ്പെട്ടത്? ഭഗവാൻ തന്നെയാണ് ഈ ഗോപക്കുട്ടികളായത്. അവരുടെ കയ്യിലുള്ള വടിയും ഓടക്കുഴലും ഉറിയും, അതായത് ചോറ് കൊണ്ടുവന്ന പാത്രം, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ആയിരിക്കുന്നത് ഭഗവാൻ തന്നെ. ആ ഭഗവാൻ പല രൂപമെടുത്ത് അവിടെ നേരത്തെ പോലെ തന്നെ കളിച്ചു. കുട്ടികൾ പരസ്പരം
ഒന്നിച്ചു ചേർന്ന് കളിക്കുമല്ലോ. അങ്ങനെ പതിവ് പോലെ ഒരു പതിവും തെറ്റിച്ചില്ല. അതാ സായം വൈകുന്നേരമായപ്പോഴോ, സായംകാലമായതോടെ ത്വം മായയാ ബഹുധാ വ്രജമായയാധ, അതേപോലെ തന്നെ പതിവ് പോലെ തന്നെ ഗോപക്കുട്ടികളും പശുക്കുട്ടികളും ഒക്കെ ഒത്ത് ഭഗവാൻ ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നു. വ്രജം എന്ന് പറഞ്ഞാല് ഗോകുലം, വ്രജമായയാധ, വ്രജം എന്ന് പറഞ്ഞാൽ ഗോകുലം, ഗോകുലത്തില് എത്തിച്ചേർന്നു. യഥാർത്ഥത്തിൽ ഭഗവാൻ മാത്രമേ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. മറ്റതൊക്കെ ഭഗവാൻ തന്നെ രൂപം, മായയാണ്, ഭഗവാന്റെ മായയാണ്. ഭഗവാൻ ആ ഗോപക്കുട്ടികള് അവര് ഏതേത് ഡ്രസ്സൊക്കെയാണ് ഇട്ടിരുന്നത് അത് അതുപോലെ തന്നെ എല്ലാം ധരിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭഗവാൻ മായാരൂപം ധരിച്ച് ഈ രൂപങ്ങളെല്ലാം പശുക്കുട്ടികള് ഗോപക്കുട്ടികള് അവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ആയി തീർന്നു. അങ്ങനെ ബ്രഹ്മാവിന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യാതൊരു കുറവും വന്നതായിട്ട് കാണാനില്ല. ബ്രഹ്മാവ് പശുക്കുട്ടികളെയും മറച്ചു, ഗോപക്കുട്ടികളെയും മറച്ചു, ഭഗവാനെ മാത്രമാണ് മറയ്ക്കാതിരുന്നത്. ഭഗവാനെ മറയ്ക്കാനുള്ള കഴിവൊന്നും ബ്രഹ്മാവിനില്ലല്ലോ. അപ്പോ ബ്രഹ്മാവ് നോക്കുമ്പോ ഭഗവാൻ എങ്ങനെ വിഷമിച്ച് ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഗോകുലത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ പശുക്കുട്ടികൾ എവിടെ, ഗോപക്കുട്ടികൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ വിഷണ്ണനായി നിൽക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടിയാണ് ബ്രഹ്മാവ് ഇത് ചെയ്തത്. പക്ഷേ അവിടെ യാതൊരു വിഷമതയും ഭഗവാന് വന്നിട്ടില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ത്വാമേവ ശിക്യഗവലാദിമയം ദധാന ഭൂയസ്ത്വമേവ പശുവത്സകബാലരൂപ ഗോരൂപിണീഭിരപി ഗോപവധൂമയീഭിർ ആസാദിതോസി ജനനീഭിരതിപ്രഹർഷ. ഭൂയ പശുവത്സക ബാലരൂപ, പിന്നീട് പശുക്കുട്ടികളുടെയും ഗോപകുമാരന്മാരുടെയും രൂപമെടുത്ത്, പിന്നീടല്ല നേരത്തെ തന്നെ വനത്തിൽ വെച്ച് അവരെ കാണാതായപ്പോൾ തുടങ്ങി ഭഗവാൻ ആ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ മായാരൂപം ഭഗവാനോടൊപ്പമുണ്ട്. അത് വീണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ. ശിക്യ ഗവലാദിഭയം ത്വാമേവ ദധാന, ത്വമേവ, അവരുടെ ഗോപക്കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കൾ, അതാണ് ഇവിടെ പറയുന്നത്. ശിക്യ ഗവലാദിമയം ത്വാമേവ, അങ്ങ് തന്നെ, ദധാനഹ, അങ്ങ് തന്നെ ഗോപക്കുട്ടികളായി, ഗോപക്കുട്ടികളുടെ കയ്യിലുള്ള വസ്തുക്കളായി, അതുപോലെ പശുക്കുട്ടികളായി എല്ലാം അങ്ങ് തന്നെ. ഗോരൂപിണീഭി, പശുക്കളും ഗോപവധൂമയീഭി, ജനനീഭി, രണ്ടു തരം ജനനികൾ, അതായത് ഗോരൂപിണീഭി പശുക്കളാകുന്ന അമ്മമാര്, ഗോപവധൂമയീഭി ജനനീഭി, അതായത് ഗോപവധുക്കളായ ഗോപസ്ത്രീകളായ അമ്മമാര്. രണ്ടമ്മമാർക്കും, സാധാരണ അമ്മമാർക്ക് കുഞ്ഞിനെ മാറിയാൽ അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്, അനവധി കുട്ടികൾ ഒരേ സമയം അല്ലെങ്കിൽ ഒരേ ദിവസമൊക്കെ ഉണ്ടായാൽ ചിലപ്പോ ഉണ്ടാവുന്ന സമയത്ത് സാധാരണഗതിയിൽ ആർക്കും കുട്ടിയെ തിരിച്ചറിയാൻ അത്രയ്ക്ക് എളുപ്പമല്ല. ആരുടെ കുട്ടിയാണ് എന്ന് ചിലപ്പോൾ അവരെ മാറിയൊക്കെ തോന്നിയിരിക്കും. പക്ഷേ സ്വന്തം അമ്മയ്ക്ക് കുഞ്ഞിനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. പക്ഷെ ഇവർക്ക് ഭഗവാനെ അവരുടെ കുട്ടിയാണ് അല്ല എന്നൊരു തോന്നൽ ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. അതിപ്രഹർഷാത് എന്ന് മാത്രല്ല, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന, സ്വന്തം കുഞ്ഞിനോട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ സ്നേഹം ഈ കുട്ടികളോട് തോന്നി എന്നാണ് പറയുന്നത്. അതിപ്രഹർഷാദാസാദിത, അവരെല്ലാം അതീവ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. സ്വന്തം കുട്ടിയാണ് എന്നുള്ള തോന്നലിന് ഒരു ലോപവും വന്നില്ലെന്നല്ല, ആ കുട്ടിയോട് എന്തോ പ്രത്യേക കൂടുതൽ ഇഷ്ടം, നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇഷ്ടം. നമുക്ക് എന്തെങ്കിലും ഹിതമായത് ഇഷ്ടമായത് ഒരു ആൾ ചെയ്താൽ അവരോട് ആ കുറച്ച് സമയത്തേക്ക് നമുക്കൊരു കൂടുതൽ ഇഷ്ടം വരുമല്ലോ. അതുപോലെ ഉള്ള ഒരു കൂടിയ ഇഷ്ടം ഈ കുട്ടികളോട് പശുക്കൾക്കും ഗോപസ്ത്രീകൾക്കും തോന്നി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ജീവം ഹി കഞ്ചിദഭിമാനവശാൽ സ്വകീയം
മത്വാ തനൂജൈതി രാഗഭരം വഹന്ത്യ ആത്മാനമേവ തു ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുർനഗിയതീം വനിതാശ്ച ഗാവ. ഹി വനിതാഹ ഗാവഹ ച, ഗോകുലത്തിലെ സ്ത്രീകളും പശുക്കളും കഞ്ചിത് ജീവം അഭിമാനവശാത് തനൂജഹ ഇതി സ്വകീയം മത്വാ, തങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ജീവാത്മാവിനെ തൻ്റേത് എന്ന ചിന്തയാൽ സ്വന്തം പുത്രനായി കണക്കാക്കി. അതാണ് നമുക്ക് നമ്മുടെ കുഞ്ഞ് എന്നുള്ള ഒരു സങ്കല്പമാണ് ശരിക്കും. ഒരു ജീവൻ മനുഷ്യ ശരീരമെടുത്ത് നമ്മുടെ അടുത്ത് എത്തിയതാണ്. അതിനെ നമ്മൾ സങ്കല്പിക്കുന്നു, ഇത് നമ്മുടെ കുഞ്ഞ്. വിവാഹം കഴിക്കുന്നത് വരെ വിവാഹം കഴിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അവർക്ക് മറ്റേ ആളിനെ പറ്റി മുൻപരിചയമൊന്നുമില്ല. അവരുടെ ഒരു വിഷമത്തിൽ നമുക്ക് വിഷമവും തോന്നുകയില്ല. പക്ഷെ നമ്മുടെ ആളായപ്പോൾ ഇത് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഇതെന്റെ ഭർത്താവ് എന്ന് തോന്നിക്കഴിയുമ്പോൾ അത് എപ്പോഴാണ്? ആ വിവാഹത്തിന് ശേഷം. അപ്പൊ എന്താണ് മാറ്റം സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിലാണ് മാറ്റം. ഇത് എൻ്റെ ഭർത്താവ് എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിനെയും നമ്മൾ സങ്കല്പിക്കുന്നത്, ഇത് എൻ്റെ കുഞ്ഞ്. അങ്ങനെ എൻ്റേത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വിഷമം വന്നാൽ നമുക്കും വിഷമമായി. ഇത് എൻ്റെ ഭർത്താവ് എന്ന് വിചാരിക്കുമ്പോൾ ആ ഭർത്താവിന് വിഷമം വന്നാൽ നമുക്ക് വിഷമം. അതുവരെയോ ആ വിവാഹത്തിന് മുമ്പ് അയാൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമുക്കുണ്ടോ വിഷമം? ഇല്ല, അത് നമ്മുടെ അല്ല, അതുവരെ നമ്മുടേതല്ല. ഇപ്പോ നമ്മളത് നമ്മുടേത് എന്ന് സങ്കല്പിച്ചു, എൻ്റേത് എന്ന് സങ്കല്പിക്കുമ്പോൾ തുടങ്ങി അതിനെന്തെങ്കിലും വിഷമം വന്നാൽ നമുക്കും വിഷമം. ഇതെന്റെ പുസ്തകം എന്ന് വിചാരിച്ചു കഴിയുമ്പോൾ തുടങ്ങി ആ പുസ്തകത്തിന് കേടുവന്നാൽ അയ്യോ അതിന് കേടുവന്നു എന്ന് നമുക്ക് വിഷമം തോന്നുന്നത് പോലെയാണ് ഇതൊക്കെ എന്നാണ് ഇവിടെ പറയുന്നത്. തങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ജീവാത്മാവിനെ തൻ്റേത് എന്ന ചിന്തയാൽ സ്വന്തം പുത്രനായി കണക്കാക്കി. രാഗഭരം വഹന്ത്യഹ, നല്ല സ്നേഹം പ്രകടിപ്പിച്ചും വഹിച്ചും ആത്മാനമേവ ഭവന്തം സൂനും അവാപ്യ തു, പരമാത്മാവായ അങ്ങയെ പുത്രനായി നേടിയ കിയതീം പ്രീതിം നയയുഹു, അവർ എത്രമാത്രം സന്തോഷം അനുഭവിച്ചില്ല. ഇതിന് ഒരു കാരണം ഈ ഗോപസ്ത്രീകള് ഭഗവാനെ കുഞ്ഞായി കിട്ടണമെന്ന് യശോദ ഭഗവാനെ ലാളിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും ഭഗവാനെ കുട്ടിയായി കിട്ടണം എന്ന് അവർ ഉള്ളിൽ അതിയായി ആഗ്രഹിച്ചിരുന്നു. ആ ഒരാഗ്രഹവും കൂടിയാണ് ഈ ലീലയിലൂടെ ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നതെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഏവം പ്രദക്ഷിണ വിജൃംഭിത ഹർഷഭാര നിശേഷലോപഗണലാളിത ഭൂരിമൂർത്തിം ത്വാമഗ്രജോ വിബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരപി മഹാൻ യുവയോർവിശേഷ. അഗ്രജഃ അപി വത്സരാന്തേ, അങ്ങയുടെ ജ്യേഷ്ഠനായ ബലരാമൻ കൂടി ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. വത്സരാന്തേ, വത്സരം എന്ന് പറഞ്ഞാൽ ഒരു വർഷം, അന്തം എന്ന് പറഞ്ഞാൽ അവസാനം. അഗ്രജഃ അപി, അഗ്രജൻ എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ, അപി പോലും, ജ്യേഷ്ഠൻ പോലും. എന്താണ്? ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ മായാജാലം മനസ്സിലാക്കിയത്. ഏവം പ്രദക്ഷിണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിം ത്വാം ബുബുധേ കില. നിമിഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്താൽ എല്ലാ ഗോപന്മാരാലും ഗോപികമാരാലും ലാളിക്കപ്പെടുന്നത് അങ്ങു തന്നെ എന്ന വാസ്തവം മനസ്സിലാക്കിയത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. ഈ ബലരാമൻ പോലും, ബലരാമനും അവതാരമാണ്, പക്ഷേ ബലരാമൻ അംശാവതാരമാണ്. ഭഗവാനാണ്, കൃഷ്ണനാണ് പൂർണ്ണാവതാരം. അപ്പോ പൂർണ്ണാവതാരത്തിനും അംശാവതാരത്തിനും തമ്മിലുള്ള ഭേദമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. യുവയോഹോ ബ്രഹ്മാത്മനോഹോ അപി മഹാൻ വിശേഷ. നിങ്ങൾ രണ്ടുപേരും, അതായത് കൃഷ്ണനും ബലരാമനും പരബ്രഹ്മസ്വരൂപം തന്നെയാണ്. എങ്കിലും രണ്ടുപേരും തമ്മിൽ ഈ വ്യത്യാസമുണ്ട്. ബലരാമൻ അംശാവതാരമാണ്. മറ്റവതാരമൊക്കെ ശ്രീരാമൻ, പരശുരാമൻ തുടങ്ങിയ മറ്റവതാരങ്ങളെല്ലാം അംശാവതാരമാണ്. ശ്രീകൃഷ്ണനാണ് പൂർണ്ണാവതാരം.
അപ്പൊ ആ വ്യത്യാസം കൊണ്ടാണ് ബലരാമൻ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ബലരാമൻ അത് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. വർഷാവധൗ നവപുരാതന വത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശ പ്രതിനവാൻ മകുടാംഗദാദി ഭൂഷാഞ്ചതുർഭുജയുജ സജലാംബുദാഭാൻ. വർഷാവധൗ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദ്രുഹിണേ നവപുരാതന വത്സപാലാൻ ബ്രഹ്മാവ് ഭൂമിയിലുള്ള പുതിയതും തൻ്റെ കൂടെയുള്ള പഴയതുമായ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും കണ്ട് അമ്പരന്നവനായി വിവേകം നഷ്ടപ്പെട്ടവനായി തീർന്നു. ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും കൊണ്ട് സത്യലോകത്തേക്ക് പോയി. അവരെ അവിടെ കൊണ്ട വെച്ചിട്ട് കൃഷ്ണന്റെ അവസ്ഥയൊന്ന് കാണാനായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അപ്പോഴത്തേക്കും ഒരു വർഷം കഴിയാറായി. നോക്കിയപ്പോഴെന്താണ്, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ എത്ര ഗോപക്കുട്ടികൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ വേഷമായിരുന്നു, അവരൊക്കെ അതേപോലെ ഉണ്ട് ഗോകുലത്തിൽ. അതുപോലെ പശുക്കുട്ടികളും നേരത്തെക്കാളും അച്ചടക്കവും നല്ല കുട്ടികളും. സത്യലോകത്തേക്ക് ബ്രഹ്മാവ് കൊണ്ടുപോയ കുട്ടികളോ മഹാവികൃതികള്. അവരവിടെ സരസ്വതി ദേവിയുടെ വീണയെടുത്ത് അതിൻ്റെ തന്ത്രികളൊക്കെ മീട്ടുകയാണ്. അതുപോലെ സരസ്വതി ദേവിയുടെ വാഹനമായ ഭഗവാന്റെ ബ്രഹ്മാവിന്റെ വാഹനമായ ഹംസം അവരെയൊക്കെ ഉപദ്രവിക്കുകയും അതുപോലെ പശുക്കുട്ടികൾ അവിടെ ചാണകവും മൂത്രവും ഒക്കെ ആക്കി സത്യലോകമൊക്കെ വൃത്തികേടാക്കുന്നു. സരസ്വതി ദേവി ഈ പശുക്കുട്ടികളെ മാത്രം കൊണ്ടുവന്നാൽ പോരെ, എന്നാൽ ഇവരെ നോക്കുന്നവരെയും കൂടെ കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുകയായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, ഇതെന്ത് മായയാണ് എന്ന് ബ്രഹ്മാവ് അമ്പരന്നു. പ്രതിനവാൻ പുതിയ പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും എല്ലാം മകുടാംഗദാദിഭൂഷാൻ അങ്ങനെ വിചാരിച്ച് ഒന്നും കൂടെ നോക്കിയപ്പോഴാണ് അവരൊന്നും പശുക്കുട്ടികളും ഗോപക്കുട്ടികളും ഒന്നും അല്ല, ഭഗവാൻ തന്നെയാണ്. മകുടാംഗദാദിഭൂഷാൻ കിരീടം, തോൾവളകൾ എന്നിവ അണിഞ്ഞവരും ചതുർഭുജയുജ സജലാംബുദാഭാൻ 4 കൈകൾ ഉള്ളവരും മേഘത്തിന്റെ നിറമുള്ളവരുമായി പ്രാദീദൃശ അങ്ങ് കാണിച്ചു കൊടുത്തു. ആദ്യം നോക്കിയപ്പോ ഒറ്റ നോട്ടത്തില് ഗോപക്കുട്ടികൾ പശുക്കുട്ടികൾ എന്നൊക്കെ തോന്നി. വീണ്ടും ഇതെങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ അങ്ങ് നോക്കിയപ്പോഴെന്താണ്, അവരൊക്കെ രൂപം മാറി എല്ലാവരും കൃഷ്ണൻ തന്നെ എന്ന് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. പ്രത്യേകമേവ കമലാ പരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതദൃശസ്സനകാദിയോഗി വ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശ. കമലഭൂ പ്രത്യേകമേവ. കമലഭൂ എന്ന് പറഞ്ഞാൽ, കമലം എന്ന് പറഞ്ഞാൽ താമര, ഭൂ എന്ന് പറഞ്ഞാൽ ജനിച്ചത്, താമരയിൽ ജനിച്ചവൻ, അതായത് ബ്രഹ്മാവ്. പ്രത്യേകമേവ പ്രത്യേകമായിട്ട്, കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്ര ഭോഗശയനാൻ നേരത്തെ 4 തൃക്കൈകളുള്ള കിരീടമൊക്കെ ധരിച്ച ഉണ്ണികൃഷ്ണനായിട്ട് ഓരോ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും കണ്ടെങ്കിൽ ഇപ്പോൾ ആ രൂപം മാറി. ഇത് കുടമാറ്റം പോലെ രൂപം മാറി മാറി വരികയാണ്. ആദ്യം പശുക്കുട്ടികളും ഗോപക്കുട്ടികളുമായി കണ്ടു, വീണ്ടും നോക്കിയപ്പോഴെന്താണ് കണ്ടത്, ചതുർഭുജ 4 കൈകളോടെ കിരീടവും തോൾവളകളും ഒക്കെ ധരിച്ച ഉണ്ണികൃഷ്ണനായിട്ട് കണ്ടു. ഇപ്പൊ ദേ വീണ്ടും മാറി. എന്തായിട്ട്? പ്രത്യേകമേവ കമലാ പരിലാളിതാംഗാൻ. കമല ആരാണ്? ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി പാദങ്ങളെ തലോടിക്കൊണ്ട് കമലാ പരിലാളിത അംഗാൻ അങ്ങയുടെ അംഗങ്ങളെ ലാളിച്ചുകൊണ്ട് മഹാലക്ഷ്മി ഭോഗീന്ദ്ര ഭോഗശയനാൻ അങ്ങോ അനന്തശായിയായിട്ട് അങ്ങനെ അനന്തന്റെ പാൽക്കടലിൽ അനന്തന്റെ മേലെ കിടക്കുന്നു. നയനാഭിരാമാൻ ലീലാനിമീലിത ദൃശഃ. കണ്ണുകൾക്ക് ആനന്ദപ്രദമായ രൂപം, സുന്ദരമായ രൂപം ധരിച്ചുകൊണ്ട് കണ്ണുകൾ പാതി അടഞ്ഞ അവസ്ഥയിൽ, അതായത് യോഗനിദ്രയിൽ
അങ്ങനെ കിടക്കുകയാണ്. ഓരോ പശുക്കുട്ടികളും ഗോപക്കുട്ടികളെയും ബ്രഹ്മാവ് നോക്കുമ്പോൾ കാണുന്നതാണ്. സനകാദി യോഗിവ്യാസേവിതാൻ, സനകാദി മുനിമാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന ഭവതഃ ദദർശ, അങ്ങയെ ബ്രഹ്മാവ് കണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത ശ്ലോകം. നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സ്വമവേക്ഷ്യ ധാതാ മായാനിമഗ്ന ഹൃദയോ വിമുമോഹയാവൽ ഏകോ ബഭൂവിധ തദാ കബളാർത്ഥപാണി. അസംഖ്യതമാം നാരായണാകൃതിം നിരീക്ഷ്യ, അസംഖ്യം എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത, എണ്ണമറ്റ അനേകം വിഷ്ണു രൂപത്തിലുള്ള ശിശുക്കളെയും പശുക്കുട്ടികളെയും കണ്ട. സർവത്ര സേവകം സ്വം അപി അപേക്ഷ്യ, അവരെല്ലാം അങ്ങയെ സേവിക്കുന്ന തന്നെയും അവിടെ കണ്ടിട്ട് ആ ഭഗവാന്മാരെ എല്ലാം സേവിക്കുന്ന ബ്രഹ്മാവ്, ഭഗവാനെ പരിചരിച്ചുകൊണ്ട് ഓരോ പശുക്കുട്ടികളും ഗോപക്കുട്ടികളും ഭഗവാന്റെ സ്വരൂപം, ആ ഓരോ സ്വരൂപത്തെയും സേവിച്ചുകൊണ്ട് ഓരോ ബ്രഹ്മാവ്, താൻ തന്നെ ബ്രഹ്മാവാണ്. ആ തന്റെ രൂപം ഓരോ ഭഗവാന്റെ ഓരോ രൂപത്തിലും, അതായത് ഈ പശുക്കുട്ടികളായി തീർന്നിരിക്കുന്ന ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന ബ്രഹ്മാവ്, അതുപോലെ ഗോപക്കുട്ടികളായി തീർന്നിരിക്കുന്ന ഭഗവാനെ സേവിച്ചു. അങ്ങനെ അസംഖ്യം ഗോപക്കുട്ടികളും പശുക്കുട്ടികളും അസംഖ്യമാണ് ഉള്ളത്. അങ്ങനെ അതിഭയങ്കരമായ ഒരു മായ കൊണ്ട് ബ്രഹ്മാവിന്റെ മായയെ ഭഗവാൻ തോൽപ്പിച്ചു കളഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മായാനിമഗ്ന ഹൃദയ, ബ്രഹ്മദേവൻ മായയിൽ ആണ്ടുപോയ ഹൃദയത്താൽ. ഇപ്പൊ ഏതാണ് സത്യം? കുറേ ബ്രഹ്മാവന്മാരെ കാണണം, തന്നെ പോലെയുള്ള രൂപം ധരിച്ച അനവധി പേര്, അവരെല്ലാം ഭഗവാനെ സേവിക്കുകയാണ്. താനും ബ്രഹ്മാവാണ്. ഇതിലിപ്പോ ഏതാ സത്യം എന്നാകെ ബോധക്കേടായിപ്പോയി ബ്രഹ്മാവിന്. യാവത് വിമുമോഹ തഥാ, മോഹിതനായി സ്തംഭിച്ചു നിന്നുപോയി അദ്ദേഹം. ഏകഹ കബളാർത്ഥപാണി ബഭൂവിധ. അപ്പൊ പെട്ടെന്ന് ഭഗവാൻ നേരത്തെ കണ്ട കയ്യില് ഊണ് കഴിച്ച് ബാക്കിയുള്ള ചോറ് പിടിച്ച് നിൽക്കുന്ന ഒരാളായിട്ട് മാറി. ഏകഹ കബളാർത്ഥപാണി, ഈ അനവധിയായിട്ട് കണ്ട രൂപമെല്ലാം മറച്ചിട്ട് ഭഗവാൻ ഒറ്റ രൂപമായി. ആദ്യം കണ്ട ഭഗവാൻ, അതായത് കയ്യിൽ ഭക്ഷിച്ചതിന്റെ ബാക്കി ചോറുരുള കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനായി, ഒരു കയ്യിൽ പകുതി ചോറുരുളയുമായി അങ്ങയെ കാണാൻ ബ്രഹ്മാവിന് സാധിച്ചു. അപ്പോഴാണ് ബ്രഹ്മാവിന് ഉണ്ടായ ആ മോഹം, ബോധക്ഷയം. ഇതിപ്പോ ഏതാണ് സത്യം? നമുക്കും പലപ്പോഴും തോന്നാറുണ്ട്. പലതും കണ്ടു കഴിയുമ്പോൾ ഇതിൽ ഏതാണ് സത്യം എന്ന് ഉള്ളിൽ ഒരു ചോദ്യം വരാറുണ്ട്. അതുപോലെ ബ്രഹ്മാവ് ആകെ കുഴങ്ങിപ്പോയി. അപ്പോൾ ഭഗവാൻ കാരുണ്യം കൊണ്ട് തൻ്റെ ഇപ്പോൾ നിലവിലുള്ള രൂപം കാണിച്ചു കൊടുത്തു. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. നശ്യന്മദേ തദനു വിശ്വപതിം മുഹുസ്ത്വാം നത്വാ ജനൂതവതി ധാതരി ധാമയാദേ ബോധൈ സമം പ്രമുദിതൈ പ്രവിശന്നികേതം വാതാലയാധിപ വിഭോ പരിപാകിരോഗാൽ. നശ്യന്മദേ വിഭോ വാതാലയാധിപ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന, വിഭോ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കുന്ന, വാതാലയാധിപ ഗുരുവായൂരപ്പ. തദനു ധാതരി നശ്യന്മദേ, തദനു എന്ന് പറഞ്ഞാൽ പിന്നീട്, ധാതരി ബ്രഹ്മദേവന് അഹങ്കാരം, നശ്യന്മദേ നശിച്ചു, മതം നശിച്ചിട്ട്, വിശ്വപതിം ത്വാം മുഹുഹു നത്വാ, വിശ്വപതിയായ അങ്ങയെ, ത്വാം അങ്ങയെ, മുഹുഹു വീണ്ടും വീണ്ടും, നത്വാ നമസ്കരിച്ചിട്ട്, നൂതവതി സ്തുതിച്ച്, നമസ്കരിച്ച് സ്തുതിച്ച്, ധാമയാതേച്ച സ്വന്തം ധാമത്തിലേക്ക്, സത്യലോകത്തിലേക്ക് ബ്രഹ്മാവ് തിരിച്ചു പോയപ്പോൾ, പ്രമുദിതൈഹി പോതൈഹി സമം നികേതം പ്രവിശൻ, പ്രമുദിതൈഹി സന്തോഷമടഞ്ഞ കുട്ടികളോടൊപ്പം
തൻ്റെ വാസസ്ഥാനമായ ഗോകുലത്തിൽ വന്നു ചേർന്നു. രോഗാത് പരിപാഹി, ഭഗവാനെ എന്നെ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ബ്രഹ്മമോഹനം എന്ന ലീലയ്ക്ക് തൊട്ടു മുമ്പാണ് അഘാസുര മോക്ഷം ഉണ്ടായത്. അപ്പോൾ ഈ പാമ്പിന്റെ കഥ, പാമ്പിനെ അതായത് അഘാസുരനെ നിഗ്രഹിച്ച കഥ കുട്ടികള് 1 വർഷം കഴിഞ്ഞാണ് വീട്ടിൽ ചെന്ന് പറയുന്നത്. കാരണം ഇതാണ്, അഘാസുര മോക്ഷം കഴിഞ്ഞ ഉടനെയാണ് ഈ ബ്രഹ്മമോഹനം എന്ന ലീല. അതിനിടയിൽ അവർ ഗോകുലത്തിൽ പോയിട്ടില്ല. അപ്പോൾ ഇവർക്ക് ബ്രഹ്മലോകത്ത് സത്യലോകത്ത് പോയ ഒരു സമയം ഒരു നിമിഷം മാത്രമാണ് ബ്രഹ്മലോകത്തില് എങ്കിൽ അത് ഭൂമിയിൽ 1 വർഷമാണ്. അതുകൊണ്ട് ഇവര് വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഈ അഘാസുര മോക്ഷത്തെ കുറിച്ച് ഓരോ ദിവസവും നടക്കുന്ന ലീലകള് ഇവര് വീട്ടിൽ ചെന്ന് അമ്മമാരോട് പറയും. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവര് വനത്തിൽ പോയി നോക്കിയപ്പോഴെന്താണ്, 1 വർഷം മുമ്പ് ചത്ത് കിടക്കുന്ന ഒരു പാമ്പിന്റെ ഇതാണ് അവർക്ക് കാണാൻ സാധിച്ചത്. പാമ്പിന്റെ ശരീരമാണ് അവർക്ക് കാണാൻ സാധിച്ചത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ ഇങ്ങനെ എല്ലാം ഇരിക്കുന്ന ഗുരുവായൂരപ്പ, എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് മുക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂര് ഈ ദശകം ഭഗവാന് സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.